ഇത്തവണ IPL-ൽ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു വിദേശ സ്പെഷ്യലിസ്റ്റ് ബാറ്റർ മാത്രമാണ് അവരുടെ നിരയിലുള്ളത്, ഹെറ്റ്മെയർ. 11 കോടി മുടക്കിയാണ് ഹെറ്റ്മെയറെ ഇത്തവണ രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ തട്ടകത്തിൽ തന്നെ തുടരാൻ അനുവദിച്ചത്. കഴിഞ്ഞ സീസണുകളിൽ സൂപ്പർ താരമായി ടീമിലുണ്ടായിരുന്ന ജോസ് ബട്ട്ലറെ അടക്കം വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചപ്പോഴാണ് രാജസ്ഥാൻ റോയൽസ് ഹെറ്റ്മെയറെ ഇവിടെ നിലനിർത്തിയത്. ആദ്യ 2 മത്സരങ്ങളിൽ തോറ്റ രാജസ്ഥാൻ ഇപ്പോൾ ഹെറ്റ്മെയറുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നത്. കാരണം കഴിഞ്ഞ തോറ്റ 2 മത്സരങ്ങളിലും രാജസ്ഥാൻ റോയൽസ് ഹെറ്റ്മെയറെ ബാറ്റിങ്ങിന് അയച്ചത് ഏതാണ്ട് ടീമിൻ്റെ തോൽവി ഉറപ്പിച്ച ശേഷമായിരുന്നു. ആദ്യ മത്സരത്തിൽ അവസാന 6 ഓവറിൽ 120-ലധികം റൺസ് വേണ്ടി വന്നപ്പോഴാണ് ഹെറ്റ്മെയറെ അവർ കളത്തിലേക്ക് ഇറക്കി വിട്ടത്. ആ മത്സരത്തിൽ ഹെറ്റ്മെയർ മികച്ച പ്രകടനമാണ് നടത്തിയത്. 22 പന്തിൽ 42 റൺസ് നേടിക്കൊണ്ടാണ് ഹെറ്റ്മെയർ പുറത്തായത്. രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ 2ാം മത്സരത്തിൽ KKR-നെതിരായ മത്സരത്തിൽ ഹെറ്റ്മെയറെ ക്രീസിലേക്ക് ഇറക്കി വിടുന്നത് 8ാം നമ്പർ ബാറ്റ്സ്മാനായിട്ടാണ്. അപ്പോഴേക്കും രാജസ്ഥാൻ്റെ തോൽവി ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. 11 കോടി മുടക്കി ആകെയുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കളി തോറ്റതിന് ശേഷം കളത്തിലേക്ക് വിടുന്നത് എന്നാണ് രാജസ്ഥാൻ ആരാധകർ ചോദിക്കുന്നത്. ഈ വിഷയത്തിൽ ആരാധകർ കടുത്ത അമർഷത്തിലാണ്. ഹെറ്റ്മെയറുടെ കാര്യത്തിലെ ഈ മണ്ടൻ തീരുമാനത്തിന്റെ പേരിൽ കടുത്ത ആരാധകർ പോലും രാജസ്ഥാൻ റോയൽസിനെ വിമർശിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. രാജസ്ഥാൻ റോയൽസ് ഹെറ്റ്മെയറെ ഒരു ഫിനിഷറായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. എന്നാൽ മത്സരം തോറ്റ ശേഷം ഒരു ഫിനിഷറെ കളത്തിലിറക്കി വിട്ടിട്ട് പ്രത്യേകിച്ചൊരു കാര്യവുമില്ല എന്ന മണ്ടത്തരം രാജസ്ഥാൻ റോയൽസ് തിരിച്ചറിഞ്ഞാൽ മാത്രമേ മുന്നോട്ടുള്ള IPL പ്രയാണത്തിൽ രാജസ്ഥാൻ റോയൽസിന് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. വരും മത്സരങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട ടീമായ സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസ് ഹെറ്റ്മെയറെ വേണ്ട വിധം ഉപയോഗിച്ചുകൊണ്ട് IPL-ലേക്ക് തിരിച്ചെത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ക്രിക്കറ്റ് ലോകത്തെ മറ്റു വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.